നമസ്കാരം. ഞാൻ വിജയാംബിക. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് വിശാഖ നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലം പറയുന്നതിന് വേണ്ടിയാണ്. ഈ നക്ഷത്രം 2 രാശിയിലായിട്ടാണ് നിൽക്കുന്നത്. തുലാം ആദ്യം 3/4 ഭാഗവും, വൃശ്ചികം അവസാനം 1/4 ഭാഗവുമായാണ് നിൽക്കുന്നത്. ഇവരുടെ ദേവത ഇന്ദ്രാണി, ഗണം അസുരഗണം. ഇത് ഒരു പുരുഷ നക്ഷത്രമാണ്. വ്യാഴദശയിലാണ് ഇവരുടെ ജനനം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അധികാര ശക്തിയും പ്രായോഗിക ബുദ്ധിയും ഉണ്ടായിരിക്കും. ഈശ്വരഭക്തി ഇവർക്കുള്ള ഒരു പ്രത്യേകതയാണ്. തേജസ്വികളും സുന്ദരന്മാരുമായിരിക്കും. ഇവർക്ക് മാതാവിൽ നിന്നും നല്ല അനുഭവങ്ങൾ കുറവായിരിക്കും. മാതൃനാശം ചിലപ്പോൾ ഉണ്ടാകാം. മാതൃനാശം ഉണ്ടായില്ലെങ്കിലും മാതാവുമായി ഒന്നിച്ചുള്ള താമസം, മാതാവിൽ നിന്നും ഉള്ള സുഖാനുഭവം കുറവായിരിക്കും. പിതാവിനെ കുറിച്ച് ആണെങ്കിൽ ഇവർക്ക് പലതും അഭിമാനിക്കാനുണ്ടായിരിക്കും. പക്ഷേ പിതാവിൽ നിന്നും ഇവർക്ക് ശരിയായ പ്രയോജനം ഒന്നും ലഭിക്കില്ല. പിതാവുമായി മിക്കപ്പോഴും അഭിപ്രായ ഭിന്നതയോ പിതാവിൻ്റെ താല്പര്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയനായി കഴിഞ്ഞാൽ ഇഷ്ടമില്ലായ്മ കൊണ്ടുള്ള സ്വൈരക്കേടോ അതുമല്ലെങ്കിൽ പിതാവിനെ കൊണ്ടുള്ള പ്രയോജന കുറവോ ആണ് ഇവർക്ക് അനുഭവപ്പെടുന്നത്. അച്ഛനെ കൊണ്ടുള്ള ഗുണം പൂർണ്ണമായും അനുഭവിക്കാൻ കഴിയില്ല. ഇവർ ചെറുപ്പം മുതൽ തന്നെ പരിശ്രമശീലരും സ്വന്തം കാര്യം നോക്കുന്നത് ശ്രദ്ധയുള്ളവരുമായിരിക്കും. ഉറപ്പും ആരോഗ്യവുമുള്ള ഇവരുടെ ശരീരത്തിന് പറയത്തക്ക രോഗപീഠകളൊന്നും ഉണ്ടാകുന്നില്ല. സംഭാഷണത്തിൽ കുശലതയും സാമർഥ്യവും ഉണ്ടായിരിക്കും. ചിലവ് ചെയ്യുന്ന സ്വഭാവവും ഇവർക്ക് ഉണ്ടായിരിക്കും. ചിലർ ധാരാളികളായും കാണപ്പെടുന്നു. അന്നദാനം ചെയ്യുന്നതിലും ഇവർ താല്പര്യം കാണിക്കുന്നു. ഭാര്യാപുത്രാദികളോട് വളരെ താല്പര്യം ഉള്ളവരാണിവർ. പക്ഷേ അതിന് കവിഞ്ഞ വിഷയാസക്തിയും സുഖജീവിത നിഷ്ഠയും ഇവരുടെ ജീവിതത്തെ കരണ്ട് തിന്നുന്ന ശത്രുക്കളായിരിക്കും. തികഞ്ഞ കർത്തവ്യബോധമുള്ള ഇവർ ചിലർക്ക് പരസ്ത്രീ ഗമനവും മദ്യസേവനയും ഉണ്ടായിരിക്കും. എങ്കിലും അവയൊന്നും ബാഹ്യദൃഷ്ടിക്ക് അപവാദകരമായ സംഭവങ്ങളിൽ ഇവരെ കൊണ്ടുചെന്ന് അകപ്പെടുത്തുകയില്ല. ഇവർ ആവശ്യത്തിൽ കവിഞ്ഞ് ആരെയും വകവയ്ക്കുകയില്ല. അന്ധമായ മതവിശ്വാസമോ ആചാരങ്ങളോ അതേപടി വിശ്വസിക്കുന്ന സ്വഭാവവും ഇവർക്ക് ഉണ്ടായിരിക്കില്ല. ദൃഢമായ ഈശ്വരവിശ്വാസവും സത്യത്തെയും ധർമ്മത്തെയും ആദരിച്ച് കൊണ്ടുള്ള ജീവിതം ഇവർക്ക് അനുഗ്രഹമാകുന്നു. ഇവരുടെ ജാതകത്തിൽ സന്യാസയോഗം ഉണ്ടായിരുന്നാൽ ലോകത്തിലെ ഉന്നതന്മാരായ സന്യാസി ആയി ആദരിക്കപ്പെടുന്നതാണ്. വിശാഖം നാളുകാർ ഏറ്റവും ഭയപ്പെടേണ്ടത് വാതരോഗത്തെയാണ്. ശ്വാസകോശ സംബന്ധമായ രോഗവും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യാപാരത്തിലും ഉത്തരവാദിത്വമുള്ള ഉദ്യോഗങ്ങളിലും ചിട്ടി, ബാങ്കിംഗ് മുതലായ സാമ്പത്തിക പ്രസ്ഥാനങ്ങളിലും ശോഭിക്കുവാൻ ഇവർക്ക് കഴിയും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ഒരു പൊതു സ്വഭാവം മേധാവിത്വമാണ്. വളരെയേറെ പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കുന്നവരായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ഒന്നുകിൽ ഒത്തവണ്ണവും പൊക്കവും ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ തീരെ പൊക്കം കുറഞ്ഞവരായിരിക്കും.
കുടുംബ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒരുപോലെ ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ.